നഗ്നചിത്രം വാട്സാപ്പിൽ പ്രൊഫൈൽ പിക്ചറായിട്ട യുവാവിനെ പെരുമ്പാവൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. എറണാകുളം കളമശ്ശേരി സ്വദേശി ഷാരൂഖ് ആണ് പിടിയിലായത്. കഴിഞ്ഞ വർഷം ഫെബ്രുവരി 16-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. പ്രതിയുടെ ഭാര്യ ഇയാളുമായി പിണങ്ങി പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വീട്ടിൽ താമസിച്ചു വരികയായിരുന്നു. അതിനിടയിലാണ് പ്രതി രാത്രിയിൽ ഭാര്യയുടെ വീട്ടിലെത്തി മൊബൈലിൽ ചിത്രീകരിച്ചത്. അതിനുശേഷം ഇതേ ദൃശ്യങ്ങൾ മൊബൈലിൽ സൂക്ഷിച്ച പ്രതി പിന്നീട് ഭാര്യയ്ക്ക് അയച്ചു കൊടുക്കുകയും ഇയാളുടെ വാട്സാപ്പിൽ പ്രൊഫൈൽ പിക്ചറായി ഇടുകയും ചെയ്തു. ഭാര്യ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പെരുമ്പാവൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തിവരവെയാണ് ഇയാളെ തൃക്കാക്കരയിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തത്. ഹാജരാക്കിയ പ്രതി നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, അതായത് ചില ഭാര്യാഭർത്താക്കന്മാരുടെ അടിയും പൊടിയും ഇതൊക്കെ കാണുമ്പോഴേ നിങ്ങൾ എന്തുകൊണ്ടാണ് അവരെ വിട്ടുപോകാത്തത്, അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ സഹിക്കുന്നത്, നിങ്ങൾ എന്തിനാണ് അവരെ സ്വത്ത് മുഴുവൻ എഴുതി കൊടുക്കുന്നത്, നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ പൈസ മുഴുവൻ അയാൾക്ക് കൊടുക്കുന്നത്, അയാൾ കാണുന്നില്ലേ തോന്നിയ പോലെ നടക്കുന്നത്, അവൻ കാണുന്നില്ലേ പെണ്ണ് പിടിക്കുന്നത്, അവൻ കാണുന്നില്ലേ നിങ്ങളുടെ മുന്നിൽ കൂടി അവൻ്റെ പെണ്ണിനെയും കൊണ്ട് നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിന്ന് ചോദിക്കാറുണ്ട്. ഈ ഒരു വാർത്ത വന്നപ്പോൾ എനിക്ക് തോന്നിയത് പലരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള സൈക്കോ ഭർത്താക്കന്മാരുടെ പിടിയിലായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ നല്ല ബന്ധത്തിൽ നിൽക്കുമ്പോഴേ ഭാര്യ ഭർത്താക്കന്മാരല്ലേ ശരി, എന്നാൽ നല്ല തുണിയില്ലാത്തൊരു സെൽഫി, അതുപോലെ തന്നെ വീഡിയോസുകൾ, ചില ഭർത്താക്കന്മാർ പറയും ഞാൻ ഗൾഫിൽ പോകുമ്പോഴേ എനിക്ക് ഇത് കാണണം അത് കാണണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ള ചില സൈക്കോകളുണ്ട്. അങ്ങനെ പലതരത്തിലൊന്നും തന്നെ ബെഡ്റൂം സീന് വരെ എടുക്കുന്ന ചില വേട്ടാവെളിയം ഭർത്താക്കന്മാരുണ്ട്. ഇനിയിപ്പോഴും എന്ന് പറഞ്ഞാൽ വളരെയധികം സൂക്ഷിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ നെറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ പൈസ കിട്ടും. ഇവന്മാർ ചിലപ്പോൾ ഈ പരിപാടി കൂടി ചെയ്യാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ മലയാളികളായ ചില നാരികൾ ഇതുപോലെയുള്ള പരിപാടികൾ ഇപ്പോൾ ചെയ്തു വരുന്നുണ്ട്. ഇപ്പോൾ ഓൺലൈനിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതായത് വലിയ വലിയ കുടുംബ മഹിമകളൊക്കെ പറയുന്ന ടീമുകൾ വരെ ഇപ്പോൾ ഓൺലൈനിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ഡ്രസ്സുകളും ധരിച്ച് ഡ്രസ്സ് ഇല്ലാതെയും അതുപോലെ തന്നെ അങ്ങനെയൊക്കെ ശരീരം ഈ ഓൺലൈൻ വഴി വിറ്റുകൊണ്ടിരിക്കുന്ന ചില ആൾക്കാർ നമ്മൾ കാണാറുണ്ട്. അപ്പം അങ്ങനെയും ചില ആൾക്കാർ പോകും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഇവനെ പോലെയുള്ള സൈക്കോ ഭർത്താക്കന്മാർ ഇപ്പോഴും ഉണ്ട്. അത് വളരെയധികം സൂക്ഷിക്കണം. നമ്മൾ എത്ര നല്ല ഫ്രണ്ട്ഷിപ്പാണ് അല്ലെങ്കിൽ എത്ര നല്ല ബന്ധമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വകാര്യ ഫോട്ടോകൾ ഒരുത്തൻ്റെ കയ്യിലും സേഫ് അല്ല എന്നാണ് ഇതിലൂടെ തെളിയിക്കുന്നത്. ആ കുട്ടീനെ എന്താ ചെയ്തത്, സ്വന്തം ഭാര്യയുടെ ഈ ചിത്രം എന്ന് പറഞ്ഞാൽ പ്രൊഫൈലാക്കി വെച്ചിരിക്കുകയാണ്. അതായത് നഗ്നമായ ഫോട്ടോയാണ് പ്രൊഫൈലാക്കി വെച്ചത്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇവൻ എന്ന് പറയും ഇവനെ ഭർത്താവ് എന്ന് പോലും വിളിക്കാൻ കഴിയത്തില്ല. ഇവൻ്റെ കൂടെ ജീവിച്ചിട്ട് ഇപ്പോഴും ജീവനോടെ ഉണ്ടോ ആ പെൺകുട്ടി എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കാരണം ആ സ്ത്രീ ഇപ്പോഴും ജീവനോടെ ഉണ്ടെങ്കിൽ അവരുടെ ഭാഗ്യം മാത്രമാണ്. കാരണം ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരുത്തരാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെയുള്ള വേട്ടാവളിയന്മാർക്കെല്ലാം ഇഷ്ടം പോലെ പെണ്ണുമുണ്ട്. അതാണ് നല്ല രീതിയിൽ പോറ്റാൻ വേണ്ടിയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരുത്തനും പെണ്ണ് കൊടുക്കത്തില്ല. പക്ഷേ ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഇതുപോലെ പെണ്ണ് കിട്ടുന്നതെന്ന് എനിക്ക് പറയാൻ കഴിയുന്നില്ല. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ സ്നേഹിച്ചിട്ടായാലും എങ്ങനെയായാലും എവിടെന്നെങ്കിലും ചാടിച്ചു കൊണ്ടുവരികയും ചെയ്യും. ഇപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ എത്ര എണ്ണമാണ് ജീവൻ കൊടുക്കുന്നത്, എത്ര എണ്ണമാണ് ഇതുപോലെയുള്ള പ്രശ്നങ്ങളിൽ ചെന്ന് ചാടുന്നത്, എത്ര എണ്ണമാണ് വേറെ എന്തെല്ലോ പ്രശ്നങ്ങളിൽ ചെന്ന് ചാടുന്നത്. അപ്പോൾ ജീവൻ കൊടുക്കുന്നതും പിന്നെ എന്ന് പറഞ്ഞാൽ കുടുംബ പ്രശ്നങ്ങളും ഒരുപാടെണ്ണമുണ്ട്. ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സ്നേഹിച്ചു പോയതായിരിക്കാം, ഇല്ലെങ്കിൽ അച്ഛനമ്മോരെ ധിക്കരിച്ചു പോയവരുണ്ടാകാം, ഇങ്ങനെയൊക്കെ ഉണ്ടാകാം. അപ്പോൾ എനിക്ക് പറയാനുള്ളത് വളരെയധികം സൂക്ഷിക്കണം. കാരണം ഇവനെ പോലെയുള്ള വേട്ടാവളിയന്മാർ നമ്മുടെ നാട്ടിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ എന്തിനും പൈസ കിട്ടും എന്ന് അറിഞ്ഞപ്പോഴേ ഇപ്പോൾ ചില ആൾക്കാർ ഇതിനിടയ്ക്ക് ഒരുത്തൻ കണ്ടു അവൻ്റെ ഭാര്യയെ വിറ്റിട്ട് അവൻ ജീവിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് വന്നൊരു ഒരുപാട് കമൻ്റ് ഉണ്ട്, ഇതിപ്പോഴും നല്ലടോ പണ്ടേ തുടങ്ങിയതല്ലേ അങ്ങനെയാന്ന് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട്. പണ്ട് ഇതുണ്ടോ എന്ന് നമുക്കറിയില്ല. ഇപ്പോഴെല്ലാവരുടെ മൊബൈലിലും ഇത് കാണാൻ വേണ്ടിയിട്ട് അവർ തന്നെ പിന്നീട് അയച്ചു കൊടുക്കുകയാണ്. ഈ ലിങ്കിലൊന്ന് കയറിയിട്ട് കുറച്ച് പൈസ അടക്കണേ, കുറച്ച് പൈസ അടച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇത് കാണേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഈ എന്താ പറയേണ്ടത്, അതിന് അച്ഛനും അമ്മമാരും വരെ കൂട്ടാണ്. അതാണ് ഈ സ്ത്രീയുടെ ആണോ പുരുഷൻ്റെ ആണോ എന്നറിയില്ല, അച്ഛനും അമ്മമാർ വരെ ഇങ്ങനെയുള്ള പരിപാടികൾക്ക് കൂട്ടായി നിൽക്കുകയാണ്. കാരണം എന്താ, അവർക്കൊന്നും ഒരു ജോലിക്ക് പോകേണ്ട, നല്ല ഫുഡുണ്ട്, അതുപോലെ തന്നെ വില കൂടിയ കാറുകൾ വാങ്ങിക്കാം, മകളോട് ഇത് കാണിച്ചാലെന്ന, മരുമകൻ്റെ ഇത് കണ്ടാലെന്ന, അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടിയുണ്ട്, കുട്ടിക്കും കുഴപ്പമില്ല. ഈ ചെറിയ കുട്ടിയൊക്കെ ഇതൊക്കെ വളർന്നു വരുമ്പോഴേക്കും അതിൻ്റെ അവസ്ഥ എന്തായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിലും അല്ലെങ്കിലും ഒരു കാര്യം ചെയ്യണം. നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ സ്വകാര്യ ദൃശ്യങ്ങൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പലതരത്തിലുള്ള വശീകരണവും നടത്തും. പലതരത്തിൽ ഇത് ആർക്ക് കാണാനാണ്, ഇത് എനിക്ക് മാത്രമല്ലേ കാണണ്ടു, അല്ലെങ്കിൽ ഇത് ഞാൻ ആരെയും കാണിക്കത്തില്ല, ഇതെൻ്റെ സ്വകാര്യതയല്ലേ എന്നൊക്കെയുള്ള പലതരത്തിലുള്ള വശീകരണങ്ങളും ഇവർ നടത്തും. ഒരു കാരണവശാലും വോട്ട് കൊടുക്കാൻ സമ്മതിക്കരുത് മക്കളെ. ഇവിടെ പല ആൾക്കാർക്കും പറ്റുന്നതാണ്. ഇവിടെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം
ഇവിടെ ഭാര്യ ഭർത്താക്കന്മാരുടെ തമ്മിലുള്ള ബന്ധം വരെ ചിത്രീകരിക്കുന്നത് വെച്ചാൽ വിദ്വാന്മാരുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ടീമുകൾ അഭിഹിതത്തിന് വേണ്ടി പോകാറുണ്ട്. ഈ അഭിഹിതത്തിന് വേണ്ടി പോകുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ മുന്നിൽ ഇതുപോലെ തുണിയച്ച് നിൽക്കും. അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഇവൻ ഏതെങ്കിലും നെറ്റിലിടും, ഇല്ല ഭീഷണിപ്പെടുത്തിയിട്ട് പണം മുഴുവൻ ഇവൻ അപഹരിക്കും. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളും ഉണ്ട്. ഇതൊക്കെ നമ്മൾ എത്രമാത്രം പത്രമാധ്യമങ്ങളിലൂടെ പറഞ്ഞു കഴിഞ്ഞാലും ഇതാരും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു വിരോധാഭാസം. അതായത് ഒരാൾ പോലും ഇത് ശ്രദ്ധിക്കുന്നില്ല. എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ നഗ്ന ഫോട്ടോ അവൻ്റെ കയ്യിലെ ഇപ്പം 2 ദിവസം പരിചയം, ഈ 2 ദിവസം പരിചയപ്പെട്ടിട്ട് മാത്രം ഒരു കാമുകൻ്റെ കൂടെ പോയിട്ട് മരണമരുന്ന് വാങ്ങിയവരുണ്ട്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഈ 2 ദിവസം കൊണ്ട് അവനെ പരിചയപ്പെട്ടുമ്പോൾ അവൻ എന്ത് കണ്ടിട്ടാണ് അവൻ്റെ കൂടെ പോകുന്നത്? അതായത് ഇവരൊക്കെ ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് എന്തോ ഒരു ഇവരെ പഞ്ചാര ബാക്കിൽ അങ്ങ് വീണു പോവുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ചില ആൾക്കാരുടെ ജീവിതം നശിച്ചിട്ടുണ്ട്. ഇന്ന് പലരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ ഉള്ളിലുള്ള ഫോട്ടോ കൊണ്ട് ഇങ്ങനെയുള്ള ഭീഷണി കൊണ്ട് ജീവിതം തള്ളി നീക്കുന്നവരുണ്ട്. എല്ലാവർക്കും ഒന്നും ഇത് പരാതി പറയാൻ കഴിയില്ല. എല്ലാവർക്കും ഒന്നും ഇത് പരാതി പറഞ്ഞു പോയിട്ട് നീതി വാങ്ങിക്കാൻ കഴിയില്ല. ഒരുപാട് പേർക്ക് നാണക്കേടുണ്ടാകും. അല്ലെങ്കിൽ തൻ്റെ കുടുംബം തകർന്നാലോ, മക്കൾ അറിഞ്ഞു കഴിഞ്ഞാലോ, ഭർത്താവ് അറിഞ്ഞു കഴിഞ്ഞാലോ എന്നുള്ള ഭയം കൊണ്ട് ജീവിക്കുന്നവരുണ്ട്. അതായത് ഏതെങ്കിലും ഒരുത്തൻ ചതിച്ച് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് അവൻ ഫോട്ടോ എടുത്ത് വെക്കും, അവരറിയാതെ ഫോട്ടോ എടുത്ത് വെക്കും, പിന്നീട് ഇത് കാണിച്ചിട്ടായിരിക്കും ഇവൻ്റെ പരിപാടി എന്നുള്ളതാണ്. ഇതുപോലെ വൃത്തികെട്ടവന്മാർ എൻ്റെ അഭിപ്രായത്തിന് ഈ ഭാര്യയുടെ ഫോട്ടോ വരെ അങ്ങനെ എടുത്തവനാ, അത് പ്രൊഫൈലാക്കി വെച്ചവനാ, ഒരു കാരണവശാലും ഇനി ജീവിതത്തിൽ അവനെ പുറത്തു വിടരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം വെച്ചാൽ അവൻ്റെ ഭാര്യയുടെ സ്ഥിതി ഇതാണെങ്കിൽ നാട്ടിലെ സ്ഥിതി എന്തായിരിക്കും? അവൻ എത്രമാത്രം പെണ്ണുങ്ങൾ ഇതുപോലെ ഉപയോഗിച്ചിട്ടുണ്ടാവും. ചിലപ്പോഴേ ഒരു നല്ലൊരു അന്വേഷണം നടത്തി 2 കൊടുത്തു കഴിഞ്ഞാൽ ഇവൻ എല്ലാ കാര്യങ്ങളും പറയും. ചിലപ്പോൾ ഒരുപാട് പേര് ഇവൻ്റെ ശല്യം കാരണം ജീവിതം അവസാനിപ്പിച്ചവരുണ്ടാകാം. അതുപോലെ ഇവൻ്റെ ശല്യം കാരണം ജീവിതം പിടിച്ചു നിൽക്കാൻ വേണ്ടി പാടുപെടുന്നവരുണ്ടാകാം. അങ്ങനെയൊക്കെ ഉണ്ടാകും. സ്വന്തം ഭാര്യയോട് ഇത് ചെയ്തവന് പിന്നെ നാട്ടുകാരോട് ചെയ്യുന്നതിന് പ്രശ്നമുണ്ടോ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവൻ ഇത് ഓരോന്നൊന്നും അല്ല ചെയ്തിട്ടുണ്ടാവുക, വേറെയും കൂടുതലുണ്ടാകും. നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരുന്ന ഒരുപാട് പേര് ജീവൻ കൊടുക്കുന്നുണ്ട്. നമ്മളെല്ലാവരും പറയുന്ന ഒരു വാക്കാണ് അയ്യോ വിഷാദമായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ കുടുംബ പ്രശ്നമാണ്, ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള എന്തെങ്കിലും പ്രശ്നമാണ് എന്നൊക്കെയാണ് നമ്മളൊക്കെ കരുതുന്നത്. ചിലപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതുപോലുള്ള ഏതെങ്കിലും ഒരു ചതിയിൽ ഒരു നിമിഷത്തെ ആ ഒരു പ്രശ്നം മാത്രം, അതായത് ചിലപ്പോഴെന്ന് പറഞ്ഞാൽ ഒരു കോള് വിളിക്കുമ്പോൾ, ഒരു വീഡിയോ കോള് വിളിക്കുമ്പോൾ ഒന്ന് കാണിച്ചു തരുമോ എന്ന് ചോദിച്ചവാൾ അപ്പോൾ ഇങ്ങനെ കാണിച്ചു തരും. ഇവർ വിചാരിക്കുന്നത് എന്താ, ഇതൊന്നും എടുക്കാൻ കഴിയില്ലല്ലോ, 1 മിനിറ്റല്ലേ ഉള്ളൂ. പക്ഷേ 1 സെക്കൻഡ് മതി അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്, അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 സെക്കൻഡ് മതി എന്നുള്ളതാണ്. കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നെറ്റിലിട്ടിട്ട് പൈസ ഉണ്ടാക്കുന്ന ഒരുപാട് ടീമുകളുണ്ട്. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യുക, ഒരുത്തൻ്റെ മുന്നിൽ പോലും ഈ നഗ്നമായിട്ടുള്ള ഫോട്ടോസുകൾ കൊടുക്കാതിരിക്കുക, അതിനുള്ള സാഹചര്യം ഒരുക്കാതിരിക്കുക. അങ്ങനെ സാഹചര്യം ഒരുക്കി കഴിഞ്ഞാൽ പിന്നെ അവരുടെ ജീവിതം കൊഞ്ഞാട്ടയായി പോകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെയാണ് ഇപ്പോഴും ഈ ഒരു സഹോദരിക്കും സംഭവിച്ചത്. ഭർത്താവല്ലേ, അല്ലെങ്കിൽ ഭർത്താവിനെ അറിയാതെ എടുത്തതാണോ എന്നറിയില്ല. ഇപ്പോഴും പറയുന്നത് എന്താ വെച്ചാൽ വീട്ടിൽ പോയിട്ട് എടുത്തു എന്നാണ് പറയുന്നത്. ചിലപ്പോൾ ഇവൻ്റെ കയ്യിൽ വേറെയും ഉണ്ടാകാം, അങ്ങനെയുള്ള ഫോട്ടോസും ഉണ്ടാകും. ഏതായാലും കേസിന് പോകണം, കേസിന് വിട്ട് ഇവനെ ഒരു കാരണവശാലും ഇവനെ വെളിയിൽ വിടാത്തത്ര പൂട്ടണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവരും വളരെയധികം സൂക്ഷിക്കുക. ഭർത്താക്കന്മാരുടെ അടുത്ത് പോലും നിങ്ങൾ സേഫ് അല്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നന്ദി, നമസ്കാരം.